ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എപ്പിസോഡിൽ കമലമ്മയുടെ അവസ്ഥയെക്കുറിച്ച് സച്ചിയോട് ഡോക്ടർ വിശദമായി പറയുന്നു. മെഡിസിൻ മുടക്കാൻ പാടില്ല എന്നും കൃത്യമായി തന്നെ മരുന്ന് കൊടുക്കുകയും അതോടൊപ്പം ഭക്ഷണം കഴിപ്പിക്കുകയും ചെയ്യണമെന്ന് ഡോക്ടർ സച്ചിക്ക് നിർദ്ദേശം നൽകുന്നു. ഈ കണ്ടീഷനിൽ നിന്ന് അമ്മയെ നമുക്ക് പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരണ്ടേ, അതുകൊണ്ട് കൃത്യമായ ട്രീറ്റ്മെൻറ്റും അതോടൊപ്പം മെഡിസിനും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ അമ്മയുടെ മകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അത് ഏറ്റവും വലിയ നല്ലൊരു ഔഷധമായിരിക്കുമെന്ന് കൂടി ഡോക്ടർ സച്ചിയെ ഓർമ്മപ്പെടുത്തുന്നു. സച്ചി എല്ലാം സമ്മതിച്ച് അവിടെ നിന്ന് മടങ്ങുന്നു. അതിനുശേഷം ലീലാവതിയും കാഞ്ചനയും എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടുമെന്നതിനെക്കുറിച്ച് ആശങ്കപ്പെടുകയായിരുന്നു. അവന്തികയുടെ പിടിയിൽ അകപ്പെട്ടു പോയതിനാൽ നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അവർ അനുവദിക്കുകയില്ലെന്നും ഏത് രീതിയിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ, നമ്മുടെ മൊബൈൽ ഫോൺ വരെ അവരുടെ കയ്യിലായി പോയില്ലേ അമ്മയെന്ന് കാഞ്ചന സങ്കടത്തോടെ ലീലാവതിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ എങ്ങനെയെങ്കിലും പുറത്തുനിന്ന് ആ മൊബൈൽ ഫോണൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയും അവരെ വിവരം അറിയിക്കണം. ഇവിടെ മുഴുവൻ CCTV ക്യാമറകളുണ്ടല്ലോ, നമ്മൾ പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ നിമിഷം അവന്തിക അറിയും. അതുമാത്രമല്ല, പുറത്ത് അവരുടെ ആ കാവൽക്കാരനുണ്ടല്ലോ, ആ മൂർത്തി, അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര വേഗമൊന്നും പുറത്തു പോകാൻ കഴിയില്ലമ്മയെന്ന് ആശങ്കയോടെയും സങ്കടത്തോടെയും വിഷമത്തോടെയും ഒക്കെ ലീലാവതിയോട് കാഞ്ചന വിവരങ്ങൾ പറയുമ്പോൾ കാഞ്ചനയോട് ലീലാവതി പറഞ്ഞു, മോള് വിഷമിക്കാതെ ഇങ്ങനെയും രാജീവ് സാറിനെയും സമ്മർദ്ദമെടുത്തേയും വിവരം അറിയിക്കണം. രാജീവ് സാറ് പോലീസുകാരനല്ലേ, അദ്ദേഹത്തിന് നമ്മളെ ഇവിടെ നിന്ന് രക്ഷിക്കാൻ കഴിയുമല്ലോ, അതുകൊണ്ട് വിവരം അറിയിച്ചാൽ തീർച്ചയായിട്ടും വരും. എന്തായാലും അവരെ രണ്ടുപേരെയും എങ്ങനെയെങ്കിലും വിവരം അറിയിക്കുന്നതിനുള്ള മാർഗം കണ്ടെത്തണമെന്ന് രണ്ടുപേരും തീരുമാനിച്ചു. സുഗതൻ മേനോനെ കണ്ടെത്താൻ നമ്മൾ അവർക്ക് ഒരു തുറപ്പുചീട്ടാണ്. ഇപ്പോഴും ആ സുഗതൻ മേനോൻ ആരാണെന്ന കാര്യത്തിൽ അവന്തിക്ക് ഒരു ഊഹവും കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് നമ്മുടെ ജീവൻ അത്ര വേഗമൊന്നും അവരില്ലാതാക്കില്ലമേ. നമ്മളെ കൊല്ലാനൊന്നും അവർക്ക് സാധിക്കുകയില്ല. ഈ സുഗതൻ മേനോൻ ആരാണ് എന്നതിനുള്ള ഉത്തരം നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്നത് വരെ അവർ നമ്മളെ ഇതുപോലെ കൊല്ലാക്കൊല ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ലീലാവതിയോട് കാഞ്ചന അറിയിച്ചു. അമ്മ എന്തായാലും ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പുറത്തു പോയി നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കാഞ്ചന തൻ്റെ മൊബൈൽ ഫോൺ എടുക്കുവാനായി വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വാതിൽ തുറന്നതും മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മൂർത്തിയെ കാണുന്നു. തൊട്ടു പിന്നിലായി അവന്തികയും വന്ന് ചിരിച്ചുകൊണ്ട് അവരെ നോക്കി നിന്നു. ആ കാഴ്ച കണ്ടതോടെ ആകെ ഭയന്ന് നിൽക്കുന്ന കാഞ്ചനയെയും ലീലാവതിയെയും നോക്കി അവന്തിക ചോദിച്ചു, ആരെ വിളിക്കാനാ നീ ഇപ്പോൾ മൊബൈൽ ഫോൺ ആവശ്യപ്പെടുന്നത്? അല്ല, നിങ്ങളിപ്പോൾ എവിടേക്ക് പോയി രക്ഷപ്പെടാനാണ് നോക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ലീലാവതി അവന്തികയോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, നീ എത്ര ദിവസം എൻ്റെ മോളെ ഇങ്ങനെ ഇട്ട് ക്രൂശിക്കുന്നത്? ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നീ ഇങ്ങനെ ക്രൂശിക്കല്ലേ. ഒരിക്കലും ഞങ്ങൾക്ക് ആർക്കും ഈ കേസിൽ യാതൊരു പങ്കുമില്ല. എത്ര തവണ മോളോട് ഇക്കാര്യം പറഞ്ഞതാണ്, എന്നിട്ടും മോളെന്താ ഞങ്ങളെ വിശ്വസിക്കാത്തത്? എത്ര തവണ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞതും എല്ലാം കേട്ട അവന്തിക ചോദിച്ചു, അങ്ങനെ നിങ്ങൾക്കൊരു പങ്കുമില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് നിങ്ങളുടെ പേരിലൂടെ സമൻസ് വന്നത്? കോടതിയിൽ നിന്ന് നിങ്ങളുടെ പേരിൽ സമൻസ് അയച്ചത് പിന്നെ ആരാണ് എന്ന് അവന്തിക ദേഷ്യത്തോടെ കാഞ്ചനയോടും ലീലാവതിയോടും അന്വേഷിച്ചു. അത് കേട്ടതോടെ കാഞ്ചനയും ലീലാവതിയുമാകെ ഞെട്ടിലോട് നിന്നിട്ട് പറഞ്ഞു, എൻ്റെ മോളെ, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല. ഞങ്ങൾക്കറിയില്ല, ഞങ്ങളോട് വൈരാഗ്യമുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്തതായിരിക്കും. ഒരുപക്ഷെ മോളുടെ അടുത്ത് ഞങ്ങൾ അഭയം പ്രാപിച്ചതുകൊണ്ട് ആരെങ്കിലും ഞങ്ങളെ ഇവിടുന്ന് പുറത്താക്കാനായി കാണിച്ച വിദ്യകളായിരിക്കാം ഇതെല്ലാം തന്നെ. ഞങ്ങളിവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് പോലും മോളെ എല്ലാവരും ചേർന്ന് കൊല്ലാക്കൊല ചെയ്യുന്നു എന്നറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ജീവനിൽ പേടിയുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞപ്പോൾ അവന്തിക കാഞ്ചനയുടെ കർണത്തടിച്ചിട്ട് പറഞ്ഞു, അത് ശരി, നീ കമ്പനിയിൽ കടന്നുകൂടി എൻ്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനായി ശ്രമിച്ചതും പോരാഞ്ഞിട്ടാണോ ഇപ്പോൾ നിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു മറുപടി അല്ലേ? നിന്നെയൊന്നും ഞാൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കാഞ്ചന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്തികയോട് പറഞ്ഞു, ചേച്ചി ആരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ എന്തിനാണ് ചേച്ചിക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നത്? അതുമാത്രമല്ല, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല എന്നുള്ള കാര്യം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ചേച്ചിക്കെതിരെ ഏതെങ്കിലും രീതിയിൽ പ്രവർത്തിക്കുക എന്നൊക്കെ കാഞ്ചന ചോദിക്കുമ്പോൾ അവന്തിക പറഞ്ഞു, അതെ, നിങ്ങൾക്ക് പ്രായക്കൂടുതലായതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ കൈ നിങ്ങളുടെ മുഖത്ത് പതിപ്പിക്കാത്തത്. പക്ഷേ എന്തായാലും കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നിങ്ങളെ എൻ്റെ ഈ കയ്യിൽ ഇരിക്കുന്ന ഈ റിവോൾവർ നിങ്ങൾക്കുള്ള മറുപടി നൽകും. മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരിക്കുന്ന ആ തോക്കെടുത്ത് ലീലാവതിക്കും കാഞ്ചനയ്ക്കും നേരെ ചൂണ്ടുന്നു.
ആ നിമിഷം പേടിച്ച ലീലാവതി ഉടൻ തന്നെ ബോധം കെട്ട് നിലത്തേക്ക് വീണു. ലീലാവതിയെ പിടിച്ചുകൊണ്ട് കാഞ്ചന അമ്മയെന്ന് വിളിച്ചുണർത്താനായി ലീലാവതിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോഴേക്കും ബോധം കെട്ട് കിടക്കുന്ന ലീലാവതിയെ മടിയിലേക്ക് ചേർത്ത് പിടിച്ച് കാഞ്ചന വിളിച്ചുണർത്താൻ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, 24 മണിക്കൂർ സമയം തരാം നിനക്ക്. അതിനുള്ളിൽ എല്ലാ സത്യവും തുറന്നു പറയാൻ നീയൊക്കെ തയ്യാറായിക്കോ, ഇല്ലെങ്കിൽ നിൻ്റെ ഒന്നും പൊടി പോലും ബാക്കി വെച്ചേക്കില്ല ഞാനെന്ന് പറഞ്ഞ് അവന്തിക ദേഷ്യത്തോടെ അവിടെ നിന്ന് മടങ്ങി. അതിനുശേഷം കോടതി വളപ്പിലേക്ക് ഒരു കാറ് വന്ന് നിൽക്കുകയാണ്. ഗോകുൽ തൻ്റെ അസിസ്റ്റൻറ്റിനോട് വിവരങ്ങളൊക്കെ സംസാരിച്ച് കേസിൻ്റെ ചില ഡീറ്റെയിൽസുകൾ പങ്കുവെച്ചുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും ഗോകുലിൻ്റെ അരികിലേക്ക് ഒരു വക്കീൽ വന്നെത്തി. അതെ, മിസ്റ്റർ ഗോകുൽ അല്ലേ എന്ന് ചോദിച്ചതും അതെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റാംമോഹൻ, അഡ്വക്കേറ്റ് റാംമോഹൻ എന്ന് പരിചയപ്പെടുത്തി. ഓ, എനിക്ക് മനസ്സിലായി, അവന്തികയുടെ കേസിൽ സാറാണ് അപ്പിയർ ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ, എല്ലാ കേസുകളും ഇതുവരെ വിജയിച്ചിട്ടുള്ള ആ ചരിത്രമല്ലേ ഗോകുലിനുള്ളൂ. എന്നാൽ ഇത്തവണ ഈ കേസ് അത്ര നിസ്സാരമായി ജയിക്കുമെന്ന് കരുതണ്ട. ഈ കേസ് ഒരു കാരണവശാലും ഗോകുലിന് വിജയിക്കാൻ കഴിയില്ല. ഈ കേസിൽ വിജയം ഞങ്ങൾക്ക് തന്നെയായിരിക്കും എന്ന് റാംമോഹൻ അറിയിക്കുമ്പോൾ അത് കേട്ട ഗോകുൽ പറഞ്ഞു, സാറിന് ബാർ കൗൺസിലിൽ നിന്ന് ഒരു വട്ടം സസ്പെൻഷൻ കിട്ടിയത് എനിക്ക് ഓർമ്മയുണ്ട്, സസ്പെൻഡ് ചെയ്തത്. പിന്നെ തൻ്റെ കക്ഷി ജയിക്കുന്നതിന് വേണ്ടി തൻ്റെ കക്ഷിക്ക് നേട്ടം ഉണ്ടാകാനായി ഏഴറ്റം വരെയും പോകുന്ന ആളാണ് സാറിനും അറിയാം. കെട്ടിച്ചമച്ചെടുത്ത കഥകളും അതുപോലെ തന്നെയുള്ള കള്ളസാക്ഷികളും കള്ളത്തെളിവുകളുമൊക്കെയാണ് സാറ് തൻ്റെ കക്ഷിയുടെ വിജയത്തിനായിട്ട് ഉപയോഗിക്കാറുള്ളത്. അത് കേട്ടതോടെ റാംമോഹൻ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഒരു കാര്യം, കോടതിക്ക് എന്നും തെളിവുകൾ മാത്രമാണ് വേണ്ടത്. സത്യം കോടതി എന്നും അംഗീകരിക്കണമെന്നില്ല. കൃത്യമായ സാക്ഷികളും തെളിവുകളും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോടതിക്ക് അത് സത്യമാണെന്ന് ബോധ്യപ്പെടുമെന്ന് പറയുമ്പോൾ അത് കേട്ട ഗോകുൽ പറഞ്ഞു, ഞാൻ നീതിക്കും സത്യത്തിനും ധർമ്മത്തിനും ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് സത്യം എന്നും പകൽ പോലെ വെളിച്ചമുള്ളതായിരിക്കും. ആ സത്യം ഏത് ഇരുട്ടിന്ന് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അത് പുറത്ത് വരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എല്ലാം കേട്ടു നിന്ന റാംമോഹൻ പറഞ്ഞു, സൂര്യൻ ഒരിക്കൽ എന്തായാലും അസ്തമിക്കും. സൂര്യന് അസ്തമിക്കുന്നത് വരെയല്ലേ ആയുസുള്ളൂ എന്ന് ചോദിച്ചപ്പോൾ ഗൂഗിൾ പറഞ്ഞു, അത് സാറിന് തെറ്റി. അസ്തമിക്കുന്നത് വരെയെന്നല്ല, സൂര്യൻ അവിടെ തന്നെയുണ്ട്. അത് നമുക്ക് മാത്രം അത് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രമുണ്ട്. സൂര്യന് യാതൊരു മാറ്റമോ ചലനമോ സംഭവിക്കുന്നില്ല. സൂര്യനെന്നും അതേപോലെ തന്നെ അവിടെ നിലയുറപ്പിക്കുന്നുണ്ട്. പിറ്റേന്ന് അതിനേക്കാൾ ഏറെ പ്രകാശമായി ഊർജ്ജത്തോടെ ഉദിച്ചുയരുക തന്നെ ചെയ്യും സൂര്യൻ എന്ന് പറഞ്ഞപ്പോൾ ശരി, എന്തായാലും ഈ ആത്മവിശ്വാസം കൊള്ളാം ഗൂഗിൾ എന്ന് പറഞ്ഞ് റാംമോഹൻ അവിടെ നിന്ന് പോകുമ്പോൾ ആരതി അരികിലേക്ക് എത്തി. എന്താ സാർ, ആരാത് എന്ന് ചോദിച്ചു. അതാണ് അഡ്വക്കേറ്റ് റാംമോഹൻ അവന്തികയുടെ കേസിൽ അപ്പിയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഓ കേട്ടിട്ടുണ്ട് സാർ. അല്ല, എന്താ പറഞ്ഞത്? ഓ, ചെറിയൊരു വെല്ലുവിളി, ഈ കേസിൽ അങ്ങനെ വിജയിക്കാൻ കഴിയുകയില്ല എന്നൊരു ഭീഷണി ഉയർത്തിയതാണ്, അല്ലാതെ വേറൊന്നുമില്ല എന്ന് ഗൂഗിൾ പറഞ്ഞു. ആരതി അപ്പോഴേക്കും സംശയത്തോടെ ഗൂഗിളിനെ നോക്കിയപ്പോൾ ഗൂഗിൾ പറഞ്ഞു, എന്തായാലും ഈ കേസിൽ എനിക്ക് വിജയിക്കണം. മറ്റൊരു കേസിലും എനിക്ക് ഇത്രത്തോളം ഒരു ടെൻഷനോ ഇങ്ങനെ ഒരു ചിന്തയോ ഉണ്ടായിട്ടില്ല. എന്നാൽ ആദ്യമായിട്ട് ഈ കേസിൽ എനിക്ക് വിജയിക്കണമെന്നൊരാഗ്രഹം, അത് എനിക്ക് സമൃദ്ധിയോടുള്ള ഒരു കടപ്പാടാണ്. സമൃദ്ധിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു പ്രായശ്ചിത്തം, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവിടുന്ന് ഗൂഗിൾ പോകുന്നു. അതിനുശേഷം അവന്തികയുടെ വീട്ടിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്ന കേട്ട് അവന്തിക ചെന്ന് വാതിൽ തുറക്കുമ്പോൾ മുന്നിലേക്ക് പുഞ്ചിരിയോടെ നിൽക്കുകയാണ് അർച്ചന. ഓ, സമൃദ്ധിയോ, കുറേ ദിവസം ആയാലും കൊണ്ട് കണ്ടിട്ടെന്ന് ചോദിച്ച് അവന്തിക സമൃദ്ധി അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അതെ, ഞാൻ കുറച്ച് ദിവസമായി അവന്തികയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അവന്തികയ്ക്ക് അരികിലേക്ക് വരാൻ കഴിഞ്ഞില്ല, കുറച്ച് തിരക്കുണ്ടായി, അതുകൊണ്ടാണെന്ന് പറഞ്ഞ് അവന്തികയോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് സമൃദ്ധ. അപ്പോഴേക്കും അവന്തിക പറഞ്ഞു, എന്നാൽ സമൃദ്ധി ഇവിടെ ഇരിക്കേ. സത്യത്തിൽ സമൃദ്ധി ഒന്ന് വിളിക്കണമെന്ന് ഞാനും ആഗ്രഹിച്ചതാണ്. അറിയാമല്ലോ ഇപ്പോൾ ഇവിടുത്തെ തിരക്കുകളുടെ പ്രശ്നം. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ കുടിക്കാനേ ജ്യൂസ് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് അവന്തിക പോകാൻ തുടങ്ങുമ്പോൾ അർച്ചന പറഞ്ഞു, അല്ല, അതെന്തിനാ അവന്തിക പോകുന്നത്? ഇവിടെ അമ്മായി ഇല്ലേ, അമ്മായി എടുത്തുകൊണ്ട് വരുമല്ലോ എന്ന് ചോദിച്ചതും ഇല്ല, അവരെ രണ്ടുപേരെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു ചോദിച്ചു. അതെന്ത് പറ്റി എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതൊക്കെ പറയാം, അത് ഞാൻ ജ്യൂസ് എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവന്തിക അകത്തേക്ക് പോകുമ്പോൾ വേഗം തന്നെ രാജീവിന് താൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആ നിമിഷം തന്നെ അർച്ചന രാജീവിനെ പാസ് ചെയ്യുന്നു. രാജീവ് ശരി, സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് തിരിച്ച് മറുപടി അർച്ചനയ്ക്ക് അയച്ചു.
അതിനുശേഷം അർച്ചനയ്ക്ക് കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് അവന്തിക എത്തിയതും അർച്ചന ചോദിച്ചു, അല്ല അവന്തികയ്ക്ക് ഇവിടെ തനിച്ച് നിന്നപ്പോൾ അവന്തികയ്ക്ക് ഒരു സഹായമായിരുന്നല്ലോ അവർ രണ്ടുപേരും, പിന്നെ എന്തു പറ്റി, പാവങ്ങളായിരുന്നില്ലേ രണ്ടുപേരും എന്ന് ചോദിച്ചപ്പോൾ, അവരെൻ്റെ അടുത്ത് കൂടിയതേ എനിക്കെതിരെ കേസ് കൊടുക്കാനായിരുന്നു, എന്നിട്ടല്ലേ ആ കേസ് ഇപ്പോൾ കോടതിയിലെത്തിയിരിക്കുന്നത്. അവരെൻ്റെ നീക്കങ്ങളും എന്നെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാനുമൊക്കെയാണ് അവരിവിടേക്ക് വന്നത്, അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും ആയിരുന്നില്ല എന്നൊക്കെ അവന്തിക അർച്ചനയോട് പരാതി അറിയിക്കണം. എല്ലാം കേട്ട അർച്ചന വേഗം ജ്യൂസ് എടുത്ത് കുടിക്കുന്നതിനിടയിൽ അവിടെയുള്ള റൂമുകളൊക്കെ ഒന്ന് പരിശോധിക്കുകയാണ്. 1-2 റൂമുകൾ അടച്ചിട്ടിരിക്കുന്നത് കണ്ടതും തുറന്നു കിടക്കുന്ന റൂമുകളും അർച്ചന ശ്രദ്ധിച്ചു. ഇതിനിടയിൽ അവന്തിക അർച്ചനയോട് പറഞ്ഞു, അതെ ഞാൻ പിന്നെ അവരെ കൂടുതലൊന്നും ചോദ്യം ചെയ്യാനൊന്നിനും നിന്നില്ല, ഇറങ്ങിക്കോളാൻ പറഞ്ഞു രണ്ടുപേരോടും കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ. അമ്മയും മകളും ഇനി എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെ, നമ്മളൊരു അഭയം കൊടുത്തപ്പോൾ നമുക്ക് തിരിച്ചടിയായതല്ലേ. എന്തായാലും ഒരു കാര്യം ഉറപ്പാം, ഈ സുഗതൻ മേനോൻ എന്ന് പറയുന്ന ആൾ അവർക്ക് പിന്നിലുള്ളത് സത്യത്തിൽ അങ്ങനെ ഒരാളെ മനഃപൂർവ്വം മുന്നിൽ നിർത്തിയിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിന് പിന്നിൽ അവർക്ക് കൂട്ടായി മറ്റാരോ ഉണ്ട്, അല്ലാതെ തനിച്ചൊന്നും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനാവില്ല എന്ന് പറഞ്ഞു. ഉടനെ അവന്തിക വിവരങ്ങളൊക്കെ അർച്ചനയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അർച്ചന വേഗം തന്നെ അവിടെയുള്ള ഒരു റൂമിനരികിലേക്ക് അർച്ചന എത്തി. അർച്ചന ആ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായി വേഗം അതിൻ്റെ ലോക്കിലേക്ക് കൈവച്ചതും അറിയാതെ ഡോറ് തുറന്ന് അകത്തേക്ക് പോകുന്നു. അകത്താരെങ്കിലും ഉണ്ടോ എന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കിയിട്ട് അർച്ചന സോറി എന്ന് അവന്തികയോട് പറയുമ്പോഴേക്കും സാരമില്ല എന്ന് അവന്തിക പറയുകയും, എന്തായാലും ഇനി ഈ കേസിലെ വിധി വരട്ടെ, അതുവരെ അവരെ എന്തായാലും ഞാൻ വിശ്വസിക്കില്ല എന്ന് അർച്ചനയോട് അവന്തിക പറയുന്നു. അതിനിടയിൽ അവന്തികയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. കോൾ അറ്റൻഡ് ചെയ്യാനായി അവന്തിക വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അർച്ചന ആ തക്കത്തിന് നേരെ മുകളിലേക്ക് കയറി. അവിടുത്തെ റൂമുകളിലൊക്കെ ചെന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രമിച്ച് നോക്കുമ്പോൾ ആദ്യം ചെന്ന് തുറക്കാൻ നോക്കിയ ആ റൂം ലോക്കാണെന്ന് അർച്ചനയ്ക്ക് മനസ്സിലായി. അർച്ചന അത് തുറക്കാൻ ശ്രമിച്ചിട്ട് അതിൽ കൊട്ടി നോക്കി. അവിടെ നിന്ന് ഒന്നും മറുപടിയൊന്നും ഉണ്ടാകുന്നില്ല. ഉടനെ അർച്ചന വേഗം ആ ലോക്ക് തുറക്കാൻ ശ്രമിച്ചിട്ട് വാതിക്കൽ പതിയെ കതകിനോട് ചേർന്ന് കാഞ്ചന എന്ന് വിളിക്കണം. അത് അർച്ചനയാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യം അപ്പോഴേക്കും അവർക്ക് മനസ്സിലായി. അവർക്ക് തിരിച്ച് മറുപടി പറയാൻ കഴിയാതെ മൂടി വെച്ചിരിക്കുന്നത് കൊണ്ട് രണ്ടുപേരും ശബ്ദം പുറപ്പെടുവിക്കാനായി ശ്രമിക്കുന്നത് അർച്ചന ചെവിയോർത്ത് നിന്നപ്പോൾ കതകിനോട് ചെവിയോർത്തപ്പോൾ രണ്ടുപേരുടെയും ഞരക്കം മാത്രം അർച്ചനയ്ക്ക് കേൾക്കാൻ കഴിഞ്ഞു. അപ്പോൾ അതിനുള്ളിൽ അവർ ബന്ധിതരാണെന്നുള്ള കാര്യം അവന്തിക മനഃപൂർവ്വം അവരെ ബന്ധിച്ചിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കിയ അർച്ചന അവന്തിക ഫോൺ കോൾ അറ്റൻഡ് ചെയ്തതുകൊണ്ട് ആ ഒരു സമയത്ത് അവരേത് റൂമിലാണെന്നുള്ളത് തിരിച്ചറിയാൻ സാധിച്ചു. വേഗം തന്നെ താഴേക്ക് അർച്ചന ഇറങ്ങി വരുമ്പോഴേക്കും അവന്തിക ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് അകത്തേക്ക് കയറി വന്നു. അർച്ചന അരികിൽ ചെന്നതും അവന്തിക ചോദിച്ചു, ഒരു ഫോൺ കോൾ വന്നതാണ്, ഞാനത് അറ്റൻഡ് ചെയ്യാൻ പോയതായിരുന്നു എന്നറിയിച്ചപ്പം അത് സാരമില്ല, അല്ല എന്താ സമൃദ്ധ പോവാണോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചപ്പോൾ അല്ല ഉടനെ പോകുന്നില്ലെന്നല്ലേ പറഞ്ഞിരുന്നത്, ഇപ്പോൾ എന്താ ഇത്ര പെട്ടെന്ന് പോകുന്നത് എന്ന് അവന്തിക അന്വേഷിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, അതെ ഞാനൊരു കാര്യത്തിനായിട്ട് വന്നതായിരുന്നു, കാര്യം കഴിഞ്ഞു അതാ പോകുന്നത് എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ എന്ന് സംശയപ്പെട്ട് അർച്ചനയെ അവന്തിക നോക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അല്ല സമൃദ്ധി അവന്തിക ഒന്ന് കാണണമെന്ന് വിചാരിച്ചല്ലേ ഞാൻ വന്നത്, അതുകൊണ്ട് അവന്തികയെ കാണാൻ സാധിച്ചു, ഇനിയിപ്പോൾ അത്യാവശ്യമായിട്ട് വീട്ടിലെത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് അവന്തികയോട് യാത്ര പറഞ്ഞ് അർച്ചന അവിടെ നിന്ന് ഇറങ്ങി. ഈ സമയം അവന്തികയുടെ മനസ്സിൽ ചില സംശയം തോന്നി. അല്ല ഇവളിപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്, എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു വന്നതാണല്ലോ, എന്നിട്ട് ഇവൾ ഇത്ര വേഗം മടങ്ങി പോകുന്നത് എന്താ? ഒരു കണക്കിന് അവൾക്ക് സത്യങ്ങളൊന്നും അറിയാതെ പോയത് എന്തുകൊണ്ട് നന്നായി, അവൾക്ക് ഒന്നും ഓർമ്മയില്ലാത്തതും അതും വളരെ ഭാഗ്യമായി, അല്ലായിരുന്നെങ്കിൽ ഇനി ഇവളുടെ കൂടി നീക്കങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നേനെ. തൽക്കാലം ഇവൾക്ക് ഓർമ്മകളൊന്നും തിരിച്ചു കിട്ടാത്തത് ദൈവാനുഗ്രഹം എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്തിക അർച്ചനയുടെ വരവും പോക്കൊന്നും അതൊന്നും അത്ര വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ള രീതിയിൽ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് മെൻ്റൽ ഹോസ്പിറ്റലിൽ കമലമ്മയ്ക്കുള്ള മെഡിസിനുമായിട്ട് സ്നേഹ അരികിലേക്ക് എത്തിയത്. എനിക്കൊന്നും വേണ്ട, എനിക്കെൻ്റെ മോള് തന്നാൽ മതി, പൊടി അങ്ങോട്ടോ എന്ന് പറഞ്ഞ് സ്നേഹയെ തള്ളി മാറ്റുകയാണ് കമലമ്മ. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് അർച്ചന എത്തിയത്. വാതിക്കൽ നിൽക്കുന്ന അർച്ചനയെ കണ്ടതും സ്നേഹം ഒന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്ന് അത് ആരാണെന്നുള്ള രീതിയിൽ കമലമ്മ നോക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന
ആയിഷയെ കണ്ടതും ആയിഷ മോളെ എന്ന് വിളിച്ച് കമലമ്മ വേഗം അരികിലേക്ക് ഓടിച്ചെന്ന് അർച്ചനയെ കെട്ടിപ്പിടിച്ചു. അർച്ചന അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോളെൻ്റെ അർച്ചന മോളെ കണ്ടായിരുന്നോ എന്ന് സങ്കടത്തോടെ കമലമ്മ ചോദിക്കുമ്പോൾ അർച്ചനയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, ഞാൻ എന്ന് പറഞ്ഞതും, അതെ മോൾ അവളെ കാണുവാണെങ്കിൽ എന്നെ അടുത്തേക്കൊന്ന് കൂട്ടിക്കൊണ്ട് വരുമോ, ഉടനെ ഒന്ന് കൂട്ടിക്കൊണ്ട് വരുമോ എന്ന് ചോദിച്ച് കമലമ്മ സങ്കടത്തോടെ അർച്ചനയോട് വിവരങ്ങൾ ചോദിക്കുമ്പോൾ അത് കേട്ടതോടെ കമലമ്മയോട് അർച്ചന പറഞ്ഞു, കൊണ്ടുവരാം, ഞാൻ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ് കമലമ്മയ്ക്ക് അർച്ചന വാക്ക് കൊടുത്തു. ഇവളുണ്ടല്ലോ, ഇവളെ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, എൻ്റെ മോൾ ഇങ്ങോട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സ്നേഹ പറഞ്ഞു, അതെ, മരിച്ചുപോയ അർച്ചനയിടത്തിൽ വന്ന് മരുന്ന് കൊടുക്കണമെന്നാണ് അമ്മ പറയുന്നത് എന്ന് പറഞ്ഞ് സ്നേഹ കമലമ്മയോട് ദേഷ്യപ്പെടുമ്പോൾ കമലമ്മ ദേഷ്യത്തോടെ സ്നേഹയോട് പറഞ്ഞു, പൊടി നിന്നോട് ഞാൻ മിണ്ടുന്നില്ല, എൻ്റെ മോള് മരിച്ചെന്നൊക്കെയാണ് പറയുന്നത്, ഇല്ല എൻ്റെ മോള് വരും എന്ന് പറഞ്ഞ് കമലമ്മ ആയിഷയോട് തൻ്റെ അരികിൽ വന്നിരിക്കാനായിട്ട് പറയുന്നു. അങ്ങനെ ആയിഷയെ അരികിൽ പിടിച്ചിരുത്തിയിട്ട് കമലമ്മ ചോദിച്ചു, അതെ, അയ്യോ മോൾ എന്തിനാ ഈ കറുത്ത ഡ്രസ്സ് കിട്ടുമെന്ന് നടക്കുന്നത്, അമ്മയ്ക്ക് മോളുടെ മുഖം ഒന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് മോളുടെ മുഖം ഒന്ന് കാണണം, ഞാൻ ഈ കറുപ്പെടുത്ത് മാറ്റട്ടെ, ഇതൊന്നെടുത്ത് മാറ്റിക്കേ, എനിക്കൊന്ന് മുഖം കാണണമല്ലോ എന്ന് പറഞ്ഞ് വേഗം ആ കറുപ്പെടുത്ത് മാറ്റാനായിട്ട് സ്നേഹയോട് അർച്ചനയോട് കമലമ്മ പറയുന്നു. അങ്ങനെ ആ മുഖാവരണം മാറ്റാനായി കമലമ്മ ശ്രമിക്കുമ്പോഴേക്കും അർച്ചന പറഞ്ഞു, അയ്യോ അമ്മേ, ഈ മുഖാവരണം അങ്ങനെ മാറ്റാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് എനിക്ക് അമ്മയെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അതുപോരെ എന്ന് അർച്ചന ചോദിച്ചു. അതിനുശേഷം സ്നേഹയോട് ആ മരുന്നിങ്ങ് തരാനായിട്ട് അർച്ചന ആവശ്യപ്പെട്ടു. അർച്ചന കയ്യിലേക്ക് മരുന്ന് കൊടുത്തതും കമലമ്മയോട് പറഞ്ഞു, അമ്മ ഈ മരുന്ന് കഴിച്ചേ, ഇത് കഴിച്ചേ, അമ്മയുടെ മോളാ ഞാനെന്നല്ലേ അമ്മ പറയാറുള്ളത്, അമ്മയുടെ മോളെ പോലെ തന്നെ എന്നെ കാണുന്നതെന്നല്ലേ പറയുന്നത്, അങ്ങനെയാണെങ്കിലേ അമ്മ ഈ മരുന്ന് കഴിക്കണം, അമ്മയ്ക്ക് വേഗം ഇവിടെ നിന്ന് പോകണ്ടേ, അതുകൊണ്ടാണ് അമ്മ ഇത് കഴിച്ചു എന്ന് പറഞ്ഞ് കമലമ്മയുടെ നേരെ ആ മരുന്ന് നീട്ടുകയാണ് അർച്ചന. അങ്ങനെ കമലമ്മ തൻ്റെ മോള് ഇങ്ങനെ ഒരു മരുന്ന് കൊണ്ട് തന്നാൽ മേടിച്ച് കഴിക്കില്ലേ എന്നൊക്കെയുള്ള അർച്ചനയുടെ ചോദ്യം കേട്ടപ്പോൾ ഉടനെ കമലമ്മ തൻ്റെ മോളാണ് മുന്നിൽ നിൽക്കുന്നതെന്നുള്ള ധാരണയിൽ അർച്ചനയുടെ കയ്യിൽ നിന്ന് ആ മരുന്ന് വാങ്ങിച്ചു കുടിച്ചു. പെട്ടെന്ന് വല്ലാത്ത തളർച്ച തോന്നുകയും ക്ഷീണം മൂലം കമലമ്മ അവിടെ കിടക്കുമ്പോൾ അർച്ചന വേദനയോടെ തൻ്റെ അമ്മയുടെ ഈ ദുരവസ്ഥയ്ക്ക് താനാണല്ലോ കാരണക്കാരി എന്നുള്ള കുറ്റബോധം അർച്ചനയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി. അതിനുശേഷമാണ് സ്കൂളിലെത്തിയ ഗൗരി മോൾക്ക് പെട്ടെന്ന് മുമ്പൊരു വട്ടം ഉണ്ടായതുപോലെ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വേഗം തന്നെ ഗൗരി മോളെ സ്കൂളിൽ നിന്ന് തന്നെ അധ്യാപകർ കൊണ്ടുപോകുന്നു. വിവരമറിഞ്ഞ് അർച്ചനയും ഗോകുലും അവിടേക്ക് ഓടിയെത്തുമ്പോൾ ഗൗരി മോളുടെ അപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ കണ്ട് എല്ലാവരും ആകെ ടെൻഷനായി. ഈ സമയത്ത് കാഞ്ചനയെയും ലീലാവതിയെയും അപായപ്പെടുത്തുന്ന രീതിയിലുള്ള നീക്കങ്ങളായിരുന്നു അവന്തികയുടെ ഭാഗത്തു നിന്ന്. അവന്തിക ഏത് മുറിയിലാണ് അവരെ പൂട്ടിയിട്ടിരിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കിയ രാജീവും സംഘവും വേഗം തന്നെ അവന്തികയുടെ വീട് റെഡി ചെയ്യാനായി അവിടേക്ക് എത്തിച്ചേർന്നു. അതിനുശേഷമാണ് ഗോകുലിൻ്റെയും അർച്ചനയുടെയും ജീവിതത്തിലേക്ക് വലിയൊരു വഴിത്തിരിവ് സംഭവിക്കുന്നത്. അർച്ചനയുടെ മകളാണ് ഇത്രയും നാളും ഗൗരിമോളെന്നുള്ള ധാരണയിൽ അർച്ചന ഗൗരിമോളെ തിരിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഗൗരിമോൾക്ക് പഴയതുപോലെ തന്നെ ഗൗരിമോളുടെ അമ്മയ്ക്കുണ്ടായിരുന്ന അതേ രോഗാവസ്ഥ ആ പ്രായത്തിൽ വീണ്ടും ഗൗരിമോളിലേക്കും എത്തിക്കഴിഞ്ഞിരുന്നു. അങ്ങനെ അമ്മയ്ക്കുണ്ടായിരുന്ന അതേ രോഗം മകളെയും പിന്തുടർന്നു എന്നുള്ള ആ വാർത്ത അറിഞ്ഞതോടെ ഗോകുൽ വീണ്ടും തകരുന്നു.